എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്താ ഡോക്ടറെ? യു ടേക്കിംഗ് എനി മെഡിസിൻസ് ഫോർ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്? എന്തെങ്കിലും ബ്ലീഡിംഗ് സംബന്ധിച്ചുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ? ഏയ്, എല്ലാം നോർമൽ ആണ് എനിക്ക്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് നത്തിങ് അറ്റ് ഓൾ. ഒരു അസുഖങ്ങളും ഇല്ല. ഒരു അസുഖത്തിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. എന്റെ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ ഇത്രയും ആരോഗ്യവതിയായ ഒരാള് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ഡെന്റിസ്റ്റിന്റെ ഒക്കെ അടുത്ത് എനിക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ ഇല്ലെന്നൊക്കെ പറയുന്നു, എനിക്ക് വേറെ അസുഖങ്ങളുണ്ടോ എന്നൊക്കെ പറയുന്നു. പേടിക്കണ്ട കേട്ടോ, അനസ്തേഷ്യ ചെയ്യാൻ പോവാണ്. ഓക്കെ, ലോക്കൽ അനസ്തേഷ്യ അല്ലേ? ചെയ്തോളൂ. ലോക്കൽ അനസ്തേഷ്യക്ക് അലർജി ഒന്നുമില്ലല്ലോ അല്ലേ? അലർജിയോ? എനിക്ക് അലർജി ഒന്നുമില്ല. ചെയ്തോളൂ. ഓക്കെ. പല്ല് പറിക്കലൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നോ? എന്റെ അപ്പാപ്പനൊക്കെ എപ്പോഴും തമാശ പറയായിരുന്നു, ഈ പല്ല് പറിക്കാനേ നമുക്ക് വെറുതെ ഒരു പ്ലെയറും കട്ടറൊക്കെ മതിയെന്ന്. ശരിയല്ലേ? പല്ല് പറിക്കാൻ പോവാണ് കേട്ടോ. വാ തുറന്നോളൂ. പല്ലെടുത്തോട്ടോ. സിസ്റ്റർ, ബ്ലീഡിങ് വല്ലാണ്ട് കൂടുന്നുണ്ട്. ടേക്ക് ദ കോട്ടൺ. വേറെ എന്തെങ്കിലും അസുഖത്തിന് മോള് മരുന്ന് കഴിക്കുന്നുണ്ടോ? കാര്യങ്ങൾ തുറന്നു പറയൂ. ഡെന്റിസ്റ്റ് ആണെന്ന് വെച്ച് പറയാതിരിക്കരുത്. മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അറിയണം, അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാതെ വരും. എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും അസുഖത്തിന്? സോറി ഡോക്ടർ, ഞാൻ ഹീമോഫീലിയക്ക് 2-3 years ആയിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളാണ്. ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഗോഡ്, ഒരിക്കലും ഈ തെറ്റ് നിങ്ങളോടും നിങ്ങളുടെ ഡെന്റിസ്റ്റിനോടും ചെയ്യരുത്. ടേക്ക് ദ കോട്ടൺ. നിങ്ങളുടെ ഡെന്റിസ്റ്റ് നിങ്ങളോട് മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് അത് തുറന്നു പറയണം. ആഫ്റ്റർ ഓൾ, അവരും മനുഷ്യ ശരീരത്തിനെ പറ്റി പഠിച്ചു തന്നെയാണ് ഡെന്റിസ്റ്റുമാരായത്. വെറുതെ പ്ലെയറും കട്ടറും യൂസ് ചെയ്ത് പണി ചെയ്യുന്നവരല്ല. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉറപ്പായും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ തുറന്ന് പറയാൻ ബാധ്യസ്ഥരായിരിക്കണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.